കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു ട്രിങ്ക് ഈ ഒരു പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതിയാക്കും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പീനട്ട്സ് ആണ്. ഇത് നമ്മുടെ വെയിറ്റ് കൂട്ടാൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു പിടിയോളം പീനട്ട്സ് എടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു പുറത്ത് ആ ഒരു സ്കിന്നൊക്കെ ഉള്ളതോ അല്ലെങ്കിൽ അത് മാറ്റിയതായിട്ടുള്ള ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൊടിച്ചിട്ട് നല്ല പൗഡർ ഫോം ആക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് പീനട്ട്സിൻ്റെ പൗഡറാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഫോമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു പിടിയോളം പീനട്ട്സ് പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീനട്ട്സ് പച്ച പീനട്ട്സോ വറുത്തതോ ഏതായാലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മസ്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഇതാണ് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഏകദേശം ഒരു കപ്പോളം പാലെടുക്കുക. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കുന്ന അളവിലാണ് കേട്ടോ പറയുന്നത്. നിങ്ങളിപ്പോൾ കൂടുതൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റീസൊക്കെ ഡബിൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാല് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പാലെടുക്കുമ്പോൾ പാല് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ആ ഒരു പാല് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് മാറിയിട്ട് വേണം നിങ്ങൾ പാല് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പീനട്ട്സിൻ്റെ പൗഡറോട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു പിടിയോളം പീനട്ട്സ് പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണ്. അപ്പോൾ അതും കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ്. അവലെടുക്കുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളറുള്ള അവലോ അല്ലെങ്കിൽ ആ ഒരു ചമ്പ അവലുണ്ടല്ലോ ഏതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതും ഒരു പിടിയാണ് കേട്ടോ എടുക്കേണ്ടത്. രണ്ട് പീനട്ട്സ് ആയാലും അതുപോലെ അവലായാലും ഏകദേശം നമ്മുടെ ആ ഒരു കൈ അളവിന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതും ഏകദേശം ഞാനിപ്പോൾ ഒരു പിടിയോളം അവലെടുത്തിട്ടുണ്ട്. അവലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ആപ്പിളാണ്. ആപ്പിൾ നമുക്ക് ഈ ഒരു പറയുന്ന രീതിയിൽ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുറത്തെ സ്കിന്നോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിന്ന് റിമൂവ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ആപ്പിളോടിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മീഡിയം സൈസ് ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഏതായാലും നിങ്ങളുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഇതിലോട്ട് ഒരു 2-3 പീസ് വൈറ്റ് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്കിപ്പോൾ മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ശർക്കര ചേർത്ത് കൊടുക്കാം, കരിപ്പൊടി ചേർത്ത് കൊടുക്കാം, കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. ഏതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കൽക്കണ്ടായാലും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ബനാനയാണ്. കുഞ്ഞു ബനാനയാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വരെ ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം അതാണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കലോറിയും അതിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് നമുക്ക് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്നൂടി പറഞ്ഞു തരാം. ഇത് നിങ്ങൾ മാക്സിമം രാവിലെ തന്നെ കുടിക്കുക കേട്ടോ. രാവിലെ കുടിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അതുപോലെ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ജസ്റ്റ് ഒരാഴ്ച കൊണ്ട് ഒരു 2-3 കിലോളം നമ്മുടെ വെയിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെയും ഒരു ഗ്ലാസ് കുടിക്കാം. അതോടൊപ്പം നിങ്ങൾ രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിലും കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഒരു ഗ്ലാസ് കൊടുത്താലും മതിയാകും. ജസ്റ്റ് ഒരു 2 വീക്ക് കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് നല്ല രീതിക്ക് നമുക്കത് കൂട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ വെയിറ്റ് അത് കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്